HDFC UPI റൂപേ ക്രെഡിറ്റ് കാർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. UPI ക്രെഡിറ്റ് കാർഡ്സ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാരണം UPI ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ്സിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഈ ഒരു കാർഡിന് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഒട്ടുമിക്ക ആളുകളും ഗ്രാബ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കിപ്പോൾ വിസ പ്ലാറ്റ്ഫോമിലും മാസ്റ്റർ കാർഡ് പ്ലാറ്റ്ഫോമിലുള്ള ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് UPI ആപ്പുകളിൽ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ റൂപേ കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അലോട്ട് ആയിട്ട് കിട്ടുന്ന ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയും അതുപോലെ ഫോൺ പേ വഴിയൊക്കെ പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു HDFC UPI റൂപേ ക്രെഡിറ്റ് കാർഡ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് വളരെ ക്വിക്കായിട്ട് കാണാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് UPI കൺവീനിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ 3% ക്യാഷ് ബാക്ക് നമുക്ക് ഗ്രോസറി അതുപോലെ തന്നെ ബാക്കി കുറച്ച് കാറ്റഗറിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ 2% ക്യാഷ് ബാക്ക് യൂട്ടിലിറ്റി സ്പെൻസിനൊക്കെയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് നോക്കാം. ഇതിന്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് നമുക്ക് ഗ്രോസറി അതുപോലെ സൂപ്പർ മാർക്കറ്റ്, ഡൈനിങ് സ്പെൻസ്, പേസാപ്പ് ട്രാൻസാക്ഷൻ. പേസാപ്പ് എന്ന് പറഞ്ഞാൽ HDFC ബാങ്കിന്റെ തന്നെ ആപ്ലിക്കേഷൻ ആണ്. ഈ ട്രാൻസാക്ഷൻസിനെല്ലാം നമുക്ക് 3% ക്യാഷ് പോയിന്റ് ആണ് കിട്ടുന്നത് കേട്ടോ, ക്യാഷ് ബാക്ക് അല്ല. അപ്പോൾ ഈ ഒരു ക്യാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം കിട്ടുന്നതിന് ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഏകദേശം 500 ക്യാഷ് പോയിന്റ് വരെ മാത്രമേ ഒരാൾക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ കിട്ടുകയുള്ളൂ. മാത്രമല്ല ഒരു ക്യാഷ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. അങ്ങനെ നോക്കുമ്പോൾ 500 ക്യാഷ് പോയിന്റ്സ് എന്ന് പറയുന്നത് 125 രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഈ ഒരു 3% ക്യാഷ് പോയിന്റ്സ് കിട്ടുന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 125 രൂപ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 2% ക്യാഷ് പോയിന്റ്സ് നമുക്ക് യൂട്ടിലിറ്റി സ്പെൻസിന് കിട്ടും. അതായത് മാക്സിമം 500 പോയിന്റ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് കിട്ടാവുന്നത്. അതിൽ നമുക്ക് ഏകദേശം ഒരു 125 റുപ്പീസ് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് 1% ക്യാഷ് പോയിന്റ്സ് കിട്ടുന്നത് ബാക്കിയുള്ള എല്ലാ സ്പെൻസിനും. ഇതിൽ തന്നെ കുറച്ച് കാറ്റഗറി എക്സ്ക്ലൂഡഡ് ആണ്. റെന്റ് പേയ്മെന്റ്, അതുപോലെ വാലറ്റ് ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ EMI ട്രാൻസാക്ഷന്, ഫ്യൂവൽ ട്രാൻസാക്ഷന്, ഇൻഷുറൻസ് പേയ്മെന്റ്, ഗവൺമെന്റ് കാറ്റഗറി സ്പെൻസ്, ഇതിനൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള ക്യാഷ് പോയിന്റ്സ് കിട്ടുന്നതല്ല. ഇതൊഴികെയുള്ള ബാക്കി കാറ്റഗറിയിലാണ് നമുക്ക് ഈ ഒരു 1% ക്യാഷ് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ UPI ഇടപാടുകൾക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്യാഷ് പോയിന്റ്സ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാർഡ് UPI ആപ്പുമായി ലിങ്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ക്യാഷ് പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കാർഡ് നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത് പേസാപ്പ് ആപ്പിലൂടെയാണ്. നമുക്ക് ഈസി ആയിട്ട് പിന്നെ സ്കാൻ ആൻഡ് പേ വഴിയൊക്കെ പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 50 ഡേയ്സ് ആണ് നമുക്കിത് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പം നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള പല കാറ്റഗറീസ് നമുക്ക് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാറ്റഗറീസ് ആണ്. അതായത് ഗ്രോസറി, അതുപോലെ സൂപ്പർ മാർക്കറ്റ്, ഡൈനിങ് സ്പെൻസ്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ 2% ക്യാഷ് പോയിന്റ്സ് കിട്ടുന്ന കാറ്റഗറി ഒക്കെ പറഞ്ഞാൽ അത് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ആണ്. കറണ്ട് ബില്ല്, റീചാർജ്, അത് നമ്മൾ ക്യാഷ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി ആണെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ട കാറ്റഗറി തന്നെയാണ്. അപ്പോൾ ഇതിൽ റിവാർഡ്സ് ഒക്കെ കമ്പാരേറ്റീവ്ലി കുറച്ച് കുറവാണെങ്കിലും പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കാർഡിലൂടെ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാഷ് പോയിന്റ്സ് വഴി അഡീഷണൽ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. മോർ ഓവർ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് മറ്റു രീതിയിൽ സ്പെൻഡ് ചെയ്യാം. ഒരു 50 ഡേയ്സ് വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റോൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇത് UPI സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട്, അതായത് സാധാരണ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് ക്യാഷ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പിലൂടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷേ റൂപേ കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആസ് ഓഫ് നോ ഇപ്പോഴത്തെ ടേം അനുസരിച്ച് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പിന്നെ നമുക്കിതിൽ ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് റിന്യൂവൽ ഫീസ്, അതായത് ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീസ് വരുന്നത് 499 പ്ലസ് GST ആണ്. പക്ഷേ ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേവലം 99 റുപ്പീസിന് നിങ്ങൾക്ക് ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ 99 റുപ്പീസ് പ്ലസ് GST ആണ് കൊടുക്കേണ്ടത്. മാത്രമല്ല ഇതിൻ്റെ റിന്യൂവൽ ഫീ വരുന്നതും 99 റുപ്പീസ് പ്ലസ് GST ആണ്. അപ്പോൾ ഇതൊരു ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിന്യൂവൽ ഫീ നിങ്ങളൊരു ആനുവലി ഒരു വർഷം നിങ്ങൾ ഏകദേശം 25,000 രൂപയ്ക്ക് മുകളിൽ ചെലവഴിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ 25,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് വഴി സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ക്യാഷ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. ഇത്തരത്തിൽ കിട്ടുന്ന ക്യാഷ് പോയിന്റ്സ് എങ്ങനെ റിഡീം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റിഡീം ചെയ്യാനായിട്ട് പറ്റും. അതായത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ബെനിഫിറ്റ്സിന് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ലൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അതുപോലെ ഹോട്ടൽസ് ബുക്കിംഗ് ഒക്കെ നമുക്ക് പേസാപ്പ് ആപ്പിലൂടെ ചെയ്യാനായിട്ട് പറ്റും. HDFC ബാങ്കിന്റെ സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത്തരത്തിൽ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ഈ കിട്ടുന്ന ക്യാഷ് പോയിന്റ്സ് കൺവേർട്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു HDFC UPI റൂപേ ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് UPI ആപ്പിൽ ലിങ്ക് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല
വളരെ ചെറിയ ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ഒക്കെയാണ് ഈ ഒരു കാർഡിന് വരുന്നത്. ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. മാത്രമല്ല abdulrashidmukkam.com എന്ന വെബ്സൈറ്റിലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നത് വഴി നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.